ഹലോ എവ്രി വൺ, എല്ലാവർക്കും IPM IAS അക്കാഡമിയുടെ ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ഡെയിലി ന്യൂസ് ഹൈലൈറ്റ്സ് ആണ്. ഇന്ന് 20 ഓഗസ്റ്റ് 2024 ആണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ടിട്ടുള്ള ന്യൂസ് എന്ന് നോക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ എല്ലാ ന്യൂസുകളും എടുക്കാറില്ല. കാരണം ഒരു സിവിൽ സർവീസ് ആസ്പിരന്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാ ന്യൂസുകളും റെലവൻ്റ് അല്ല. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ ന്യൂസുകളും എടുക്കാത്തത്. ഇപ്പോൾ ചില ന്യൂസുകൾ ഇതിനകത്ത് നിങ്ങൾക്ക് മിസ്സിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നേരത്തെ അത് പലപ്പോഴായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് അത് നമ്മൾ ഈ ഒരു ന്യൂസിലേക്ക് എടുക്കാത്തത്. നമുക്ക് എന്തൊക്കെയാണ് ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദി ചാനൽ. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് യമുന വാട്ടേഴ്സ് ടു റീച്ച് ഷെഖാവതി സൂൺ. അപ്പോൾ യമുന വാട്ടർ ഷെഖാവതിയിലേക്ക് ഷെയർ ചെയ്യുന്നതിൻ്റെ ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു വാട്ടർ ഷെയറിങ് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലാണ് നടക്കുന്നത്. ഒന്ന് രാജസ്ഥാനും മറ്റൊന്ന് ഹരിയാനയുമാണ് നടക്കുന്നത്. അപ്പം എന്താണ് ഈ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഈ യമുന റിവർ വാട്ടർ രാജസ്ഥാന്റെ ഷെഖാവതി റീജിയനിലേക്ക് നൽകാനുള്ള ഹരിയാനയുടെ ഒരു എഗ്രിമെന്റിനെ പറ്റിയിട്ടാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു ലോങ് സ്റ്റാൻഡിങ് വാട്ടർ സ്കേർസിറ്റി ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ ഈ ഇഷ്യൂവിന് ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഡിസിഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന വാട്ടർ ഷെയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, റിവർ വാട്ടർ ഷെയറിങ്ങിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയുക. മേജർ ആയിട്ടുള്ള റിവർ വാട്ടർ ഷെയറിംഗ് ഡിസ്പ്യൂട്ടുകൾ ഏതൊക്കെയാണ്, അപ്പോൾ ഏതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിലാണ് ഈ ഒരു ഡിസ്പ്യൂട്ടുകൾ നടക്കുന്നത്, അപ്പം ഇങ്ങനെയുള്ള കാര്യത്തെപ്പറ്റി കൃത്യമായിട്ട് അറിയണം. കാരണം ഈ വാട്ടർ ഷെയറിംഗ് മെയിനായിട്ട് പോകുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഒന്ന് ഡ്രിങ്കിങ് വാട്ടർ എന്നുള്ള കാര്യവും അതേപോലെ തന്നെ ഇറിഗേഷൻ ഫെസിലിറ്റീസ്, അഗ്രികൾച്ചറിന് യൂസ്ഫുൾ ആകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വാട്ടർ ഷെയറിംഗ് നടക്കുന്നത്. നമ്മുടെ രാജ്യത്ത് റിവേഴ്സ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു കാര്യമല്ല അല്ലെ. അപ്പോൾ അത് പല സംസ്ഥാനങ്ങളിലൂടെ പോകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വാട്ടർ ഷെയറിംഗ് ഇന്നെവിറ്റബിൾ ആണ്. ഈ വാട്ടറിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ വാട്ടറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ജനങ്ങൾ ഉള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ വാട്ടർ ഷെയറിംഗ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. അതിന് കൃത്യമായിട്ടുള്ള സൊല്യൂഷനോട് കൂടിയിട്ടുള്ള ഒരു ഇന്റർവെൻഷൻ തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകേണ്ടതാണ്. അങ്ങനെ ഒരു ഇന്റർവെൻഷനാണ് നമുക്ക് ഈ ഒരു ന്യൂസിൽ കാണാനായിട്ട് സാധിക്കുന്നത്. കൂടുതലായും നിങ്ങൾ ഇതിനെപ്പറ്റി അറിയണം. എന്തൊക്കെ വാട്ടർ ഡിസ്പ്യൂട്ട്സ് ആണ് നമ്മുടെ രാജ്യത്ത് എക്സിസ്റ്റ് ചെയ്യുന്നത്, എസ്പെഷ്യലി ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ഒരു വാട്ടർ ഷെയറിംഗ് ഹരിയാനയും അതേപോലെ രാജസ്ഥാനും തമ്മിലുള്ള യമുന വാട്ടർ ഷെയറിങ്ങിനെ പറ്റിയും നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇത് പേജ് നമ്പർ 2 ജനറൽ സ്റ്റഡീസ് 2 വരുന്നത്. ഇന്ത്യൻ പോളിറ്റിയുടെ ഒരു ഭാഗമായിട്ട് തന്നെ നമുക്കിതിനെ കാണാം. അടുത്തതായിട്ട് ഇൻ സുപ്രീം കോർട്ട് സെൻട്രൽ ഡിഫൻസ് 2019 ലോ ക്രിമിനലൈസിംഗ് ട്രിപ്പിൾ തലാഖ്. ഈ ഒരു നിയമം എന്ന് പറയുന്നത് ട്രിപ്പിൾ തലാഖിനെ ബേസ് ചെയ്തിട്ടുള്ള നിയമമാണ്. ട്രിപ്പിൾ തലാഖിനെ ക്രിമിനലൈസ് ചെയ്തുകൊണ്ടുള്ള നിയമം 2019 വന്നിരുന്നു. അതിനെ ബേസ് ചെയ്തുകൊണ്ട്, അതിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് യൂണിയൻ ഗവൺമെന്റിന്റെ ഒരു ഡിഫൻസിനെ പറ്റിയിട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സുപ്രീം കോടതിയിൽ യൂണിയൻ ഗവൺമെന്റ് ആ നിയമത്തെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് വാദിക്കുന്നതിനെ പറ്റിയിട്ടാണ് ഈ ഒരു വാർത്തയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വാർത്തയെ ബേസ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ട്രിപ്പിൾ തലാഖ് എന്ന് മനസ്സിലാക്കണം. 2, ഈ ട്രിപ്പിൾ തലാഖിനെതിരെയുള്ള നിയമം, ഇതിനെ ഡീക്രിമിനലൈസ് ചെയ്തുകൊണ്ടുള്ള നിയമം എന്താണെന്ന് മനസ്സിലാക്കണം. ഇതിനു മുമ്പായിട്ട് സുപ്രീം കോടതി ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ, എന്തെങ്കിലും ജുഡീഷ്യൽ ഇന്റർവെൻഷൻ നടന്നിട്ടുണ്ടോ? 2017 ഒരു സുപ്രീം കോർട്ട് ഇന്റർവെൻഷൻ ഇതിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നു ഇന്റർവെൻഷൻ, എന്തായിരുന്നു സുപ്രീം കോടതി അവിടെ പറഞ്ഞിരുന്നത്? ഇതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ഒരു ധാരണ വേണം. എന്തുകൊണ്ടാണ് ഇതിനെ ക്രിമിനലൈസ് ചെയ്തിട്ടുള്ളത്? കാരണം ഇതിന് പറയുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വിമൻ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഇതിനെ കൃത്യമായിട്ട് ഇവിടെ ക്രിമിനലൈസ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ എന്താണ്, ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഈ ഒരു ആർട്ടിക്കിള് നമുക്ക് ഇന്ത്യൻ പോളിറ്റിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ വിമൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്നൊരു സെക്ഷനിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പേജ് നമ്പർ 4 വരുന്നത്. ജനറൽ സ്റ്റഡീസ് 2 അതേപോലെ ഇന്ത്യൻ പോളിറ്റി. ഇപ്പോൾ ദയവായിട്ട് നിങ്ങൾ ഈ ഒരു ന്യൂസ് വായിക്കണം. എല്ലാ ന്യൂസും കൃത്യമായിട്ട് തന്നെ വായിക്കണം. ഇവിടെ നമ്മളൊരു ഹൈലൈറ്റ്സ് ആണ് പറയുന്നത്. അപ്പോൾ എല്ലാ ന്യൂസും നിങ്ങൾ കൃത്യമായിട്ട് വായിക്കണം. വായിച്ചാലേ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പെർസ്പെക്റ്റീവ്സ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ടൈസ് വിത്ത് റഷ്യ, യുക്രൈൻ സ്റ്റാൻഡ് ഓൺ ഇറ്റ്സ് ഓൺ സെന്റർ. അപ്പം നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് പറയുകയാണ് നമ്മളുടെ റഷ്യ റിലേഷൻസും അതേപോലെ യുക്രൈൻ റിലേഷൻസും എല്ലാം വെൽ ഓഫ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. നമ്മൾ ഇതുവരെയായിട്ടും ഒരു സ്റ്റാൻഡ്, ഒന്നിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു സ്റ്റാൻഡ് എടുക്കാനായിട്ട് മുതിരുന്നില്ല. അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റഷ്യയും യുക്രൈനും തമ്മിൽ ഇപ്പോൾ വാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന ഒരു വാറാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരിക്കലും ഒരാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റില്ല. കാരണം നമ്മുടെ ഒരു എനിമി രാജ്യമല്ലാത്തടത്തോളം കാലം നമുക്ക് അതിനെതിരെ ഒരു ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഡിപ്ലോമാറ്റിക് റിലേഷൻസിനെ വളരെയധികം ബാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും നല്ലൊരു റിലേഷൻ റഷ്യയുമായിട്ടും അതേപോലെ തന്നെ യുക്രൈനുമായിട്ടും നമ്മൾ
കൊണ്ടു നടക്കാനായിട്ട് ശ്രമിക്കുന്നത്. സോ ഇവിടെ നമ്മളുടെ പ്രൈം മിനിസ്റ്ററിന്റെ ഒരു വിസിറ്റ് വരുന്നുണ്ട് പോളണ്ടിലേക്കും ഉക്രൈനിലേക്കും, അതേപോലെ യുക്രൈൻ പ്രസിഡന്റുമായിട്ടുള്ള ഒരു ഡിസ്കഷനെ പറ്റിയൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ അവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നതാണ്. നമ്മുടെ വേരിയസ് ബയലാട്രൽ ഇഷ്യൂസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ആ ഒരു ഏരിയയിൽ റഷ്യ ഉക്രൈൻ ക്രൈസിസിൽ ഒരു പീസ് കൊണ്ടുവരിക, സമാധാനം കൊണ്ടുവരിക എന്നുള്ളതും ഇന്ത്യയുടെ ഒരു ലക്ഷ്യം തന്നെയാണ്. സോ ഇതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റഷ്യയുടെയും ഇന്ത്യയുടെ റിലേഷൻ എങ്ങനെയാണ് പോകുന്നത്, ഏതൊക്കെ ഏരിയസിലാണ് നമ്മൾ എൻഗേജ്മെന്റ്സ് നടക്കുന്നത്, ഇന്ത്യയും യുക്രൈനും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്, ഏതൊക്കെ ഏരിയസിലാണ് നമ്മളുടെ ഒരു എൻഗേജ്മെന്റ്സ് ഉള്ളത്, നമുക്ക് പ്രധാനപ്പെട്ടുള്ള എന്തെങ്കിലും ട്രീറ്റുകൾ ഈ രാജ്യങ്ങളുമായിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇതിന്റെ ലൊക്കേഷൻ കൃത്യമായിട്ട് അറിയണം. കാരണം റഷ്യ എവിടെയാണ്, ഉക്രൈൻ എവിടെയാണ്, എവിടെയാണ് ഇതിന്റെ മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ ആ ലൊക്കേഷൻ അറിയുമ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനായിട്ടുള്ള ഒരു ഈസിനെസ് ഉണ്ടാകുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ലൊക്കേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിന് നിങ്ങൾക്ക് ഒരു അറ്റ്ലസ് വാങ്ങിക്കാവുന്നതാണ്. സോ അറ്റ്ലസിന്റെ ഒരു ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആമസോണിൽ നിന്നൊക്കെ ഈ അറ്റ്ലസ് വാങ്ങാവുന്നതാണ്. സോ പേജ് നമ്പർ 4 ഈ ഒരു ന്യൂസ് വരുന്നത്. ജനറൽ സ്റ്റഡീസ് 2 പാർട്ടാണ്, ഇന്റർനാഷണൽ റിലേഷൻസ്. ക്ലീൻ ഗംഗ മിഷൻ ഹെഡ് ഫ്ലാഗ്സ് സ്ലോ പേസ് ഓഫ് പ്രോജക്ട്സ്. സോ ഇവിടെ ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നത് ക്ലീൻ ഗംഗ മിഷന് വേണ്ടിയിട്ട് ഏകദേശം 37,550 കോടി രൂപ നമ്മൾ സാങ്ഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും വർഷമായിട്ടും ചെലവഴിക്കപ്പെട്ടിട്ടുള്ളത് 18,033 കോടി രൂപ മാത്രമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പേസ് വളരെ സ്ലോ ആണ്. അതായത് ഈ വർക്ക് നടക്കുന്നത് വളരെ സ്ലോ ആണ്. ഇത് വരുന്നത് നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ എന്ന് പറയുന്ന പ്രോജക്റ്റിലാണ്. അപ്പം ഗംഗയെ ക്ലീൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്ത്യയുടെ പ്രധാനപ്പെട്ട പല സംസ്ഥാനങ്ങളിലൂടെയും കടന്നു പോകുന്ന റിവർ ആണ് ഗംഗ. പല ആളുകളുടെയും ജീവിതം തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഗംഗ റിവർ വാട്ടറിൽ തന്നെയാണ്. സോ അതിനെ ക്ലീൻ ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എന്തൊക്കെയാണ് ഈ ഒരു നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ എന്ന പ്രോജക്റ്റിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, അതിനെപ്പറ്റി കൃത്യമായിട്ട് നിങ്ങൾ വായിക്കണം. പിന്നെ അതേപോലെ തന്നെ ഗംഗ എന്ന് പറയുന്ന ഒരു ഹിമാലയൻ റിവർ ആണ്. വാട്ട് ആർ ദി അതർ ഹിമാലയൻ റിവേഴ്സ്, ഏതൊക്കെയാണ് മറ്റുള്ള ഹിമാലയൻ റിവേഴ്സ്, എസ്പെഷ്യലി ഇൻഡസ് റിവറിനെ പറ്റി അറിഞ്ഞിരിക്കണം, സിന്ധു റിവർ, അതേപോലെ ബ്രഹ്മപുത്ര റിവർ. ഇതിന്റെയൊക്കെ കോഴ്സ് എങ്ങനെയാണ്, ഇത് ഇതുവഴിയൊക്കെയാണ് ഒഴുകുന്നത്, ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് ഇതൊക്കെ ഒഴുകുന്നത്, അതേപോലെ ഇതിന്റെ നീളം എത്രയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ ഒരു ആർട്ടിക്കിൾ എന്തായാലും വായിക്കണം. അതിനുശേഷം ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ ഒരു ആർട്ടിക്കിൾ വരുന്നത് പേജ് നമ്പർ 6 ജനറൽ സ്റ്റഡീസ് 2 ഇന്ത്യൻ പോളിറ്റിയുടെയും ജോഗ്രഫിയുടെയും എൻവയോൺമെന്റിന്റെയും ഒക്കെ ഭാഗമാണ്. ഹൗ ദ ബന്നി ഗ്രാസ്ലാൻഡ്സ് ഓഫ് കച്ച് ഗുജറാത്ത് ക്യാൻ ബി റീസ്റ്റോർഡ്. സോ ഇതാണ് ന്യൂസ്. അപ്പം എന്താണ് ഇതിനെപ്പറ്റി പറയുന്നത്? ബന്നി ഗ്രാസ്ലാൻഡിന്റെ റീസ്റ്റോറേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. എവിടെയാണ് ഈ ബന്നി ഗ്രാസ്ലാൻഡ് വരുന്നത്? ഗുജറാത്തിലാണ് ബന്നി ഗ്രാസ്ലാൻഡ് വരുന്നത്. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഗ്രാസ്ലാൻഡിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഒരു എക്കോ സിസ്റ്റമാണ് ഗ്രാസ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് പലതരത്തിലുള്ള അനിമൽസിനെ കാണാൻ പറ്റും, ബേർഡ്സിനെ കാണാൻ പറ്റും. സോ അവരുടെയൊക്കെ ഒരു ആവാസ വ്യവസ്ഥ, ആവാസ കേന്ദ്രമാണിത്. അപ്പൊ അതിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെയൊക്കെ ജീവനെ അത് കൃത്യമായിട്ട് ബാധിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഗവൺമെന്റിന്റെയും അതേപോലെ ഉള്ള അതോറിറ്റീസിന്റെയൊക്കെ പ്രധാന ചുമതലയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ബന്നി ഗ്രാസ്ലാൻഡ് റീസ്റ്റോറേഷന് വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുന്നത്. അപ്പോൾ റിസർച്ചേഴ്സ് ഐഡന്റിഫൈ ചെയ്തേക്കുന്നത് 3 സോൺസ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ആ സോൺസ് എന്ന് പറയുന്നത് ഹൈലി സ്യൂട്ടബിൾ ആയിട്ടുള്ള സോണും, അതേപോലെ തന്നെ സ്യൂട്ടബിൾ ആയിട്ടുള്ള സോണും, പിന്നെ മോഡറേറ്റ്ലി സ്യൂട്ടബിൾ ആയിട്ടുള്ള സോണും അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് അവർ കണ്ടുപിടിച്ചിരിക്കുന്നത് ഇപ്പോൾ സോയിലും അതേപോലെ തന്നെ സാറ്റലൈറ്റിന്റെ ഡേറ്റയൊക്കെ വെച്ചിട്ടാണ് ഇവർ ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ പോളിസീസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇനീഷ്യേറ്റീവ് ആണ് ഈ ഒരു ഗ്രാസ്ലാൻഡ് റീസ്റ്റോറേഷൻ എന്ന് പറയുന്നത്. ഇതിന് വളരെയധികം എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഇന്ത്യയുടെ തന്നെ 24% എന്ന് പറയുന്നത് ഗ്രാസ്ലാൻഡ് ആണ്. പക്ഷേ ഇവിടെ വളരെയധികം ഡീഗ്രഡേഷൻ ത്രെട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഗ്രാസ്. ഇവിടെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണപ്പെടുന്ന ഒരു സ്പീഷീസ് ആണ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കാർബൺ സിക്വസ്ട്രേഷനും ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. കാരണം നമ്മളിപ്പോൾ കടന്നു പോകുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ചിന്റെ സാഹചര്യമാണ്. അപ്പോൾ ഈ സമയത്ത് കാർബൺ സിക്വസ്ട്രേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഗ്രാസ്ലാൻഡ് റീസ്റ്റോറേഷൻ നടക്കണം, ഇതിനു വേണ്ടിയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് കൃത്യമായിട്ട് നടക്കണം. സോ ഈ ആർട്ടിക്കിളിനെ ബേസ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്കോസിസ്റ്റംസ് നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് ബയോഡൈവേഴ്സിറ്റി എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഇവിടെ പറയുന്ന ഈ ബന്നി ഗ്രാസ്ലാൻഡ് റീസ്റ്റോറേഷൻ അതിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി മനസ്സിലാക്കണം. സോ ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അറ്റ്ലസ് നിങ്ങളുടെ കയ്യിൽ വേണം. അറ്റ്ലസിൽ നിങ്ങൾ ഇതിന്റെ ലൊക്കേഷൻ കണ്ടെത്തണം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഓരോ വാർത്തയിലും മെൻഷൻ ചെയ്തിട്ടുള്ള പ്ലേസിന്റെ ലൊക്കേഷൻസ് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്.
ഓക്കെ, സോ ഇത്രയുമാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ന്യൂസ്. പക്ഷേ നമ്മളുടെ ഇന്റർനാഷണൽ റിലേഷൻസിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഇന്ന് കൃത്യമായിട്ടുള്ള ന്യൂസുകളുണ്ട്. കാരണം ചൈനയുടെയും ഫിലിപ്പൈൻസിന്റെയും ഒരു ഷിപ്പ് കൊളൈഡ് ചെയ്തിട്ടുണ്ട്. അത് സൗത്ത് ചൈന സീയിലാണ് കൊളൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവർ ഓൾറെഡി അവിടെ ഒരു റിഫ്റ്റ് പൊക്കോണ്ടിരിക്കുകയാണ്, ഒരു കോൺഫ്ലിക്റ്റ് പൊക്കോണ്ടിരിക്കുകയാണ്. സോ എന്താണ് സൗത്ത് ചൈന സീയുടെ ഇമ്പോർട്ടൻസ്, എന്തുകൊണ്ടാണ് അത് ഇത്രയും വലിയൊരു കോൺഫ്ലിക്റ്റ് ഉള്ള ഒരു റീജിയൻ ആയിട്ട് മാറിയിട്ടുള്ളത്, അതിനെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം പോകുന്നുണ്ട്, അതിന്റെ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവിടുത്തെ ആളുകൾ അഭിമുഖീകരിക്കുന്നത്, അതിനെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കണം. അതിന്റെ ലൊക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഈ പറയുന്ന ഓരോ സ്ഥലങ്ങളുടെ ലൊക്കേഷൻ അന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓരോ ദിവസവും ഈ ലൊക്കേഷൻസ് നോക്കുമ്പോൾ അത് നിങ്ങളുടെ തലയിൽ രജിസ്റ്റർ ആവും, നിങ്ങളുടെ ബ്രെയിനിൽ അത് രജിസ്റ്റർ ആവും. അങ്ങനെ രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ കോൺസെപ്റ്റിനെ പറ്റി പഠിച്ചെടുക്കാൻ വളരെ വളരെ എളുപ്പമായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്യണം, അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. കാരണം ഇവിടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എക്സാമിനേഷനെ പറ്റിയിട്ടുള്ള ടിപ്പുകളും അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ് നമ്മൾ ഇതിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ പേഷ്യന്റ് ലിസണിങ്.